നമസ്തേ, എല്ലാവർക്കും ഒരു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കുറച്ച് തിരക്കിലാണ് കേട്ടോ. വരുന്നതല്ല, ഇന്ന് ഞങ്ങൾക്ക് ഒരു ഔട്ടിങ്ങിന് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ജോലികളും വേഗം ചെയ്യണം. അപ്പോൾ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു, ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വന്നിട്ട് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണ് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ പുറത്ത് പോകാനുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എല്ലാം എളുപ്പപ്പണിയില്ലേ ചെയ്യാറ്. അപ്പോൾ പുട്ടും ഉള്ളിക്കറിയാണ് കേട്ടോ ഇന്നുള്ളത്. പിന്നെ സ്വാഭാവികമാണല്ലോ, ഔട്ടിങ്ങിന് പോയാൽ എന്തായാലും നമ്മൾ ഫുഡ് പുറത്തുനിന്നായിരിക്കുമല്ലോ കഴിക്കുക. അത് വലിയ ഒരു ആശ്വാസമാണ് കേട്ടോ. ഏതായാലും ഞാൻ പാലൊക്കെ തിളപ്പിച്ചു, മൺകുടത്തിൽ വെള്ളമൊക്കെ നിറച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് പുട്ടിനുള്ള മാവൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് കേട്ടോ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനൊക്കെയുള്ള സാധാരണ പുട്ടേ ഉള്ളൂ കേട്ടോ. ചില സ്ഥലത്തൊക്കെ മണിപ്പുട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഈ മണിപ്പുട്ടിനെ കുറിച്ച് അത്ര അറിയില്ല. എൻ്റെ ക്ലാസ്സിൽ ഒരു ദിവസം മിസ് ഇങ്ങനെ മണിപ്പുട്ടിനെ കുറിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വളരെ കൊതിയായി കഴിക്കാൻ. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്കൊന്നും അത് ഉണ്ടാക്കാൻ അറിയില്ല. അപ്പോൾ എൻ്റെ അപ്പച്ചിയാണെങ്കിൽ ഒരു ദിവസം ഇത് മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, ഈ പുട്ടിനകത്ത് കുറച്ച് വെള്ളം കൂടുതലായി പോയാൽ ഇങ്ങനെ ബോൾ കണക്ക് ഉണ്ട കണക്ക് വരില്ല, മണി പോലെ വരില്ലേ, അതേ കണക്ക് ഉണ്ടാക്കിയിട്ട് എനിക്ക് തന്നു കേട്ടോ. അത് എനിക്ക് ആവി കയറ്റി പുട്ട് എന്നിട്ട് പറഞ്ഞു ഇതാണ് മണിപ്പുട്ടെന്ന്. അന്ന് ഞാൻ ചെറുതായതുകൊണ്ട് ഞാൻ കരുതി സത്യത്തിൽ അതായിരിക്കും മണി കണക്ക് കിടക്കുകയല്ലേ, അപ്പോൾ മണിപ്പുട്ടാണെന്ന് പറഞ്ഞ് അന്ന് ഞാൻ കഴിച്ചു കേട്ടോ. ഇന്നും പുട്ടുണ്ടാക്കുമ്പോൾ എനിക്ക് അതാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ വേഗം പുട്ടും ഉള്ളിക്കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഔട്ടിങ്ങിന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഔട്ടിങ്ങിന് പോയിട്ട് ഞാൻ നിങ്ങളെ വെറുതെ ഇങ്ങനെ പ്രകൃതി ഭംഗിയാക്കി ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു എന്നേ ഉള്ളൂ. നമുക്ക് കുറച്ച് സ്റ്റീൽ പാത്രം 2-3 പാത്രം മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ പിന്നെ വീഡിയോ എടുക്കുന്നെങ്കിലും പുതിയ പാത്രങ്ങളൊന്നും അങ്ങനെ വാങ്ങിച്ചില്ല. കാരണം നമുക്കറിയില്ലല്ലോ, നമ്മൾ എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. എങ്കിലും സബ്സ്ക്രൈബേഴ്സൊക്കെ വരട്ടെ, അല്ലേ, വ്യൂസൊക്കെ കിട്ടട്ടെ. അതിനുശേഷം ഇതാണ് കേട്ടോ ഞങ്ങൾ പുറത്തുപോയി കഴിച്ച ഫുഡ്. പിന്നെ അത്രയും അങ്ങോട്ട് ഒരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ടല്ലേ, എന്നാലും നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു ചായക്കടയിൽ എൻ്റെ ഹസ്ബൻഡ് ചായ മാത്രമേ കുടിച്ചുള്ളൂ, ഞങ്ങളാരും ഒന്നും കുടിച്ചൊന്നും ഇല്ല കേട്ടോ. കാരണം അത്ര നല്ല ഫുഡായിരുന്നു. ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചത് കൊണ്ടേ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പോയ ഷോപ്പിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ഞാൻ വരുന്ന വഴിക്ക് ഒരു കോൺ വാങ്ങിച്ചു, ഒറ്റ കോണേ മേടിച്ചോളൂ. അത് ഞാൻ കുറച്ച് 2-3 ഇതായിട്ട് മുറിച്ചിട്ട് നമ്മളെല്ലാവരും കൂടി വൈകിട്ട് ചായക്ക് കുടിച്ചു കേട്ടോ. ഞാനത് പറഞ്ഞു വന്നപ്പോൾ ആ ബ്രെഡും ജാമും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ അധികം പാത്രമൊന്നും മേടിക്കാഞ്ഞത്, ഞാൻ കരുതി നമ്മുടെ യൂട്യൂബിൽ അല്ലേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടട്ടെ, നമ്മുടെ വ്യൂസൊക്കെ കൂടട്ടെ, എന്നിട്ട് ഞാൻ കരുതി പഴയ പാത്രമൊക്കെ മാറ്റിയിട്ട് പുതിയത് വാങ്ങിക്കാം. ഞാൻ കുറച്ച് 2-3 പാനൊക്കെ വാങ്ങിച്ചിരുന്നു. ഞാൻ ഫസ്റ്റ് വീഡിയോസിലൊക്കെ ഇത് കാണിച്ചിട്ടുണ്ട്. കുറച്ച് പാനൊക്കെ വാങ്ങിച്ചിരുന്നു കേട്ടോ. അത് അത്ര വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള പാൻസ് അല്ലായിരുന്നു കേട്ടോ. ഈ പതുക്കെ വാങ്ങിക്കണം. നമ്മൾ തുടക്കത്തിലേ പുതിയ സംഭവങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ട് പിന്നെ വ്യൂസും കിട്ടിയില്ല വെച്ചാൽ എല്ലാം ബുദ്ധിമുട്ടാവില്ല. കാരണം നമുക്ക് ഓൾറെഡി പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അതിനകത്ത് കുറച്ച് കരിയൊക്കെ പിടിച്ചു എന്നേ ഉള്ളൂ. അത് എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. എനിവേ ഇതാണ് കേട്ടോ ഞങ്ങൾ പോയ ഷോപ്പ്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കില്ല. എനിക്ക് സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒന്നും ആയിട്ട് പോലും ഇല്ല കേട്ടോ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഏതായാലും അവിടെ അത്യാവശ്യം നല്ല സാധനമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് കുറച്ച് പിന്നെ 2-3 സ്റ്റീൽ പാത്രങ്ങളും അങ്ങനെയൊക്കെ കേട്ടോ മേടിച്ചത്. പിന്നെ മോന് 2-3 ടോയ്സും അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. എനിവേ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. ഓക്കേ.